എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും തലക്കറിയുമാണ് കേട്ടോ. നല്ല ഫ്രോസൺ കപ്പയാണ് കേട്ടോ. ഇത് നമുക്ക് ഐസ് വിടാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നല്ല കട്ടിയാണ് കേട്ടോ, നല്ല ഐസ് പിടിച്ചിരിക്കും. ഇവിടെ ഫ്രോസൺ കപ്പയെ കിട്ടാറ്. അങ്ങനെ നമ്മൾ കപ്പ കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ നല്ല തിളച്ച് വെന്ത് തുടങ്ങി. നമുക്ക് അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കപ്പയ്ക്കുള്ള മസാല റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് തേങ്ങ പീരിയാണ് കേട്ടോ. അതിനകത്തോട്ട് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ 4 പച്ചമുളക് ഇട്ട് കൊടുക്കണം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഊറ്റിയെടുക്കണം. ഊറ്റിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. നല്ലതായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് കപ്പ ഉണ്ടാക്കാം. നല്ലതായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉടയ്ക്കുന്ന സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കപ്പ നല്ലതായിട്ട് ഉടച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തലക്കറിയും കൂട്ടി നമുക്ക് കപ്പ കഴിക്കാം. നല്ല സൂപ്പർ തലക്കറിയും റെഡി ആയിട്ടുണ്ടോ. തലക്കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ടൈം കിട്ടിയില്ല. വേറെ ദിവസം നമുക്ക് എടുക്കാം. ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് കപ്പയിട്ട് അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കറി ഒഴിച്ച് കഴിക്കാം കേട്ടോ. നല്ല ചൂട് തലക്കറിയാ ഗൈസ്. ഇത് നല്ല പീസൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കപ്പയും തലക്കറിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അതിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തണേ. ബൈ.